ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. അതായത് നമ്മുടെ നിയക്കുട്ടി ഉണ്ടല്ലോ, നിയക്കുട്ടിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ 2024-29 ഡിസംബറിൽ ദ ലാർജസ്റ്റ് ഭരതനാട്യം ഡാൻസ് പരിപാടി എല്ലാവർക്കും അറിയില്ലേ, വൃന്ദകാമിഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ അത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചതാണ് കേട്ടോ. അവൾ വരുന്നതിനെക്കാട്ടി മുമ്പേ അവളൊന്ന് എക്സൈറ്റഡ് ആവാൻ വേണ്ടിയിട്ട് തിരിച്ചങ്ങനെ തന്നെ വെച്ചു, ഓപ്പൺ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലവർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും വലിയൊരു സംഭവമായിരുന്നല്ലോ. ആ ഒരു പ്രോഗ്രാമും എല്ലാവർക്കും വളരെ ഒരു വാർത്തയായതുമാണല്ലോ. അപ്പോൾ ഏതായാലും അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. പിന്നെ നിയക്കുട്ടീൻ്റെ ഗുരു ആയിട്ടുള്ള സജീബ് എടപ്പാൾ മാഷിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ മാഷ് കാരണം മാത്രമാണ് നമുക്ക് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലോ ക്രോമിൽ നമ്മളിത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് വെച്ചാൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ റെക്കോർഡ് പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏത് കൺട്രിയാണെന്നുള്ളത് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് നമ്മൾ മേലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. പിന്നെ ഏതാണ് വർഷം, 2024 ആണ്. അപ്പോൾ അതും ഇതിൽ പറഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് 2024 മന്ത് ഡിസംബറിലാണ്. അത് നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാം. പിന്നെ അതിൽ പേഴ്സണലൈസ് കണ്ടതിന് സെലക്ട് റെക്കോർഡ് ടൈറ്റിൽ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലാർജസ്റ്റ് ഭരതനാട്യം ഡാൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഒരു സംഭവമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്. അതിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഫ്രെയിം മാത്രം, സർട്ടിഫിക്കറ്റ് ആൻഡ് മെഡലിയൻ, അങ്ങനെ പലതും ഉണ്ട്. മെഡലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടിയുള്ള സംഭവമാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സർട്ടിഫിക്കറ്റും മെഡലും അതുപോലെ തന്നെ ഫ്രെയിമും കൂടിയുള്ളതാണ്. അപ്പം എൻ്റെ കുട്ടിയുടെ പേര്, അപ്പോൾ അതായത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ പേര് നമ്മൾ കറക്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഇൻസേർട്ട് നെയിം ഹിയർന്ന്. അപ്പോൾ ക്യാപ്സിൽ നമുക്ക് കൊടുത്ത്, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ വേണ്ടത് അത് നമ്മൾ കൊടുത്തിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് എന്താ പറയുക, ആഡ് ടു കാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാർട്ടിലേക്ക് ആ പ്രൊഡക്റ്റ്, നമ്മുടെ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും മെഡലും അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രെയിമും കൂടിയുള്ള ആ ഒരു സംഭവം നമ്മളെ കാർട്ടിലേക്ക് കയറും. അപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ, ക്ലിക്ക് ചെയ്യുക, കാർട്ട് ക്ലിക്ക് ചെയ്യുക. കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ നമ്മളതിലേക്ക് എൻ്റർ ചെയ്തു. 3500 ആണ് ഈ ഒരു സംഭവത്തിന് ഫുള്ളുള്ളത്. പിന്നെ നമുക്കത് എന്താ പറയുക, ഇതായിട്ട് വരണം, പാർസലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് പോസ്റ്റൽ വഴിയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കണം. ഓൾറെഡി 4300 ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ്, നമ്മളെ പേര്, ലാസ്റ്റ് നെയിം, നമ്മളെ അഡ്രസ്സും ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ എന്നുള്ളതൊക്കെ അത് 800 റുപ്പീസ് എങ്ങാണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർഡ് വഴിയാണ് കേട്ടോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാം. കാർഡ് വഴി, നമ്മുടെ കാർഡ് വഴി തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. അപ്പം കറക്റ്റായിട്ട് നന്നായിട്ട് അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ ഒരു ഡിസ്കൗണ്ട് കോഡും കൂടി ഉണ്ട്, അത് തുടക്കത്തിലേ കാണിക്കുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് കോഡ് അത് നമ്മൾ ഓൾറെഡി ഒന്ന് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്കൗണ്ട് കോഡ്, കൂപ്പൺ കോഡ് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കോപ്പി ചെയ്തിടാം, ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഡിസ്കൗണ്ട്, 300 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് സംഗതി ഏകദേശം ഒരു 2 വീക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യം ഒരു ടെൻഷനായിരുന്നു, കിട്ടൂല എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ അത് കിട്ടും കേട്ടോ, ഒന്നും പേടിക്കാനില്ല, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 3500 ആവാൻ കാരണം നമ്മൾ എല്ലാം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിനെ കൊണ്ടാണ്, നമ്മൾ മെഡലും അത് ഇൻക്ലൂഡ് ചെയ്തതിനെ കൊണ്ടാണ് ഇത്രയും റേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പാർസൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് ഡിലേ ആയപ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പം ബ്രിട്ടനിൽ നിന്ന് വരുന്നതിനെ കൊണ്ട് അത് ചിലപ്പം ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുറേ പേർക്ക് അയച്ചവർക്കും കിട്ടിയിട്ടില്ല, ചിലവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു റെക്കോർഡ് തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ചെറുപ്പത്തിൽ. നമ്മൾ പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പക്ഷേ ഗിന്നസ് പോലത്തെ ഈ ഒരു സംഭവം നമ്മളെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ചും നിയക്കുട്ടി നല്ല ചെറുതാണ്, 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. നമുക്ക് ആ ഒരു വേദിയിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. വെച്ചാൽ ആ ഒരു വേദിയിൽ നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഇത് മാഷിനോട് ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ ഗുരുവായിട്ടുള്ള നമ്മുടെ
കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അങ്കിളാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദീപു ചേട്ടനാണ് മകനാണ് ഇത് എന്താ പറയുക കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ സജിമാഷും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു മാഷായിട്ട്. അപ്പോൾ മാഷില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് കാണില്ലല്ലോ, ഈ ഒരു ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, അന്ന് നേരത്തെ മിറർ ഇമേജ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞ് സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു വാല്യൂ വേറെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ശരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് ഇത് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പം ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഇത് ശരിക്കും മേടിക്കാൻ നോക്കുക. ഇനി ശരിക്കും അതിൻ്റെ പെർഫെക്ഷൻ വരുന്നത് കംപ്ലീറ്റ് ആ ഒരു ഫ്രെയിമും ആ ഒരു മെഡലും ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി കറക്റ്റായിട്ട് അവരുടെ തന്നെ കിട്ടുമ്പോഴാണ്. ഇനിയിപ്പോൾ അതിന് പ്രയാസമുള്ളവർ എമൗണ്ടൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് പ്രയാസമുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. ഒരു നഷ്ടമില്ല. എന്താ വെച്ചാൽ ഇതൊരു നമുക്കൊരു എസെറ്റാണ്. കുട്ടികൾക്ക് എപ്പോഴായാലും അവർക്കത് ഒരു ഓർമ്മയാണ് നമുക്ക് നമ്മുടെ വീട്ടിലത് കീപ്പ് ചെയ്യാൻ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനോ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.